മരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ. എന്റെ ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി. ദൈവനാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകും. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ദുഷ്ടന്മാരാര് നീതിമാന്മാരാര് എന്നുള്ളതിന്റെ വേർതിരിവിനുള്ള അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വചനത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് പോലെ ആരെങ്കിലും തനിക്ക് ഒരു പൈസ തരാനുണ്ടെങ്കിൽ അതുപോലും ദുഷ്ടൻ മറന്നുപോകില്ല. താൻ 10,000 രൂപ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെങ്കിലും അത് തനിക്ക് ഓർമ്മയുണ്ടാവില്ല. ദുഷ്ടന്റെ അടയാളങ്ങളാണ്. ഒന്ന്. രണ്ടാമത്തത്, തന്നോട് ആരെങ്കിലും കടപ്പെട്ടാൽ അത് ചെറിയത് പോലും അവൻ സമ്മതിക്കില്ല. എന്നാൽ താൻ ആരോട് കടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും തന്റെ ഓർമ്മയിൽ ഉണ്ടാവുകയില്ല. മറ്റൊന്ന്, എന്തെല്ലാം ഉപകാരം താൻ അനുഭവിച്ചാലും അതൊന്നും അവന്റെ ഓർമ്മയിൽ ഉണ്ടാവില്ല. യാതൊരിതിലും അതൊക്കെയും തന്റെ അവകാശം എന്നതുപോലെ അവൻ മുമ്പോട്ട് പോവുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ജനം അങ്ങനെയല്ല. അവർക്കൊരു ഉപകാരം ദൈവം ചെയ്താൽ അവരായുഷ്കാലത്ത് മറന്നു പോകില്ല. എന്നാൽ ഇന്ന് നമ്മൾ വചനത്തിൽ നിന്ന് കേട്ടത് മറ്റൊന്നാണ്. ആ കേട്ട വചനപ്രകാരം മനുഷ്യൻ ദുഷ്ടഹൃദയമുള്ളവനാണെങ്കിൽ, അല്ലെങ്കിൽ ഹൃദയകാഠിന്യമുള്ളവരാണെങ്കിൽ, ദൈവം എന്തെല്ലാം ഉപകാരം ചെയ്തിട്ടുണ്ടോ അതൊന്നും അത് ഓർമ്മയിലുണ്ടാവില്ല. എന്നാൽ എന്തെല്ലാം താൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടങ്ങളുണ്ടോ അത് മുഴുവനും തന്റെ ഓർമ്മയിലുണ്ട്. 25 വർഷമായി വിശ്വാസത്തിൽ വന്നു, അല്ലെങ്കിൽ 40 വർഷമായി വിശ്വാസത്തിൽ വന്നു. ഇന്ന് വരെയും ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എണ്ണി എണ്ണി ഞാൻ പറയാം. പലരും പറയണ കേട്ടോ. ശരി, എന്നാ മറിച്ചെന്ന് പറയാമോ? ഈ 40 വർഷമായിട്ട് കർത്താവ് ചെയ്ത ഉപകാരം എണ്ണി എണ്ണി പറയാം. എണ്ണി എണ്ണി പറയാനും പറ്റില്ല. ഓർമ്മയിലുണ്ടാവില്ല. ആ ഓർമ്മയുണ്ടാവില്ല. ഈ പറയുന്നത് നിങ്ങളോട് പറഞ്ഞതിന് ശേഷം ഞാൻ പ്രശ്നമാവുന്നതല്ല, മനുഷ്യ ഹൃദയത്തിന്റെ ദുഷ്ടതയാണ്. കാരണം ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞ് അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് പറഞ്ഞ അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരുന്നതുകൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ ഘോഷിപ്പിച്ചത് ആ കാര്യം ഇവരുടെ ഓർമ്മയിലില്ല, മറന്നുപോയി. എന്ത് കാരണം? ഹൃദയ കാഠിന്യം. അപ്പൊ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിന്റെ മനുഷ്യന്റെ പ്രത്യേകതയാണ്. എന്തെല്ലാം താൻ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ സമൃദ്ധി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഓർമ്മ നിൽക്കും എന്റെ കയ്യിൽ ഒരു മുട്ടുസൂചി വന്നിട്ടുണ്ടെങ്കിൽ. ഏതാ ഓർമ്മ നിൽക്കും? ഉച്ചയ്ക്ക് അത്രയും ഭക്ഷണം കഴിച്ചതോ, അത് കഴിഞ്ഞ് ഇത്രയും പലഹാരം കഴിച്ചതോ, അത്രയും ചായ കുടിച്ചതോ, അത്രയും സന്തോഷിച്ചതോ ഒന്നും ഓർമ്മയില്ല. ഓർമ്മയുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്, കയ്യിലൊരു മുള്ളു വന്നത്. അത് ഓർമ്മ ആയുഷ്കാലത്ത് മറന്നു പോകില്ല. വചനം പറയുന്നത് നിൽക്കില്ല, അധികം നാളെ നിൽക്കാൻ പറ്റില്ല. വിശ്വാസം നിലനിൽക്കണമോ? ദൈവം ഇത് അങ്ങ് എത്തിക്കണമല്ലോ. ദൈവം ഇത് അവിടെ എത്തിക്കണമെങ്കിൽ നേരെ ഒന്നും മാറ്റം വരുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കഷ്ടത നിങ്ങൾക്ക് വരുമ്പോ അത് മറക്കാൻ കഴിയണം. കാരണം വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും കഷ്ടത നന്മയ്ക്കല്ലാതെ വന്നിട്ടുണ്ടോ?
ആ കഷ്ടത വന്നത് ഒത്തിരി മോശമായിരുന്നു. അത് കാരണം എനിക്കത് അതുകൊണ്ട് ആത്മീയമായ ഒരു താഴ്ച എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ന് വരെയുള്ള കഷ്ടത നോക്കിക്കഴിഞ്ഞാൽ കഷ്ടത കഷ്ടതയും സഹിഷ്ണുത സ്വന്തതയും സ്വന്തത പ്രത്യാശയും ആ കഷ്ടത കൊണ്ട് എനിക്ക് പ്രത്യാശ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. സൂക്ഷ്മതയോടെ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ കഷ്ടത മാറും. പ്രത്യാശ വരുമ്പോൾ കഷ്ടത മാറും. അങ്ങനെ അത് മറന്ന് മറന്ന് പോയിക്കൊണ്ടിരിക്കും. ഉപകാരങ്ങൾ സദാസമയം ഓർത്തുകൊണ്ടിരിക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതം. അല്ലാത്തത് നിലനിൽക്കാൻ പോകുന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ചിന്തയിൽ നിന്നും, നമ്മുടെ ഓർമ്മയിൽ നിന്നും, നമ്മുടെ സദാസമയ പെരുമാറ്റത്തിൽ നിന്നും അറ്റുപോകാൻ പാടില്ലാത്തതാണ് കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ, നാം അനുഭവിച്ച ഉപകാരങ്ങൾ. അതുപോലെ തന്നെ മാഞ്ഞു പോകേണ്ടതാണ്. ഏതാ? വേദന, കയ്പ് മുതലായിട്ടുള്ള വേദനയോടുകൂടി ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദനകൾ മാഞ്ഞു പോകേണ്ടതാണ്. ഇന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ അത് മാഞ്ഞു പോകാൻ കർത്താവ് പ്രവർത്തിച്ചത് മാറ്റി കളയും. ഇല്ല എങ്കിൽ ഇത് അങ്ങനെ എത്താൻ ബുദ്ധിമുട്ട് വരും. ദൈവസന്നിധിയിൽ നമുക്ക് ഇന്ന് ഈ വേദന നീങ്ങിപ്പോകുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ ഈ ഭാരം വെച്ചുകൊണ്ട് അവിടെ എത്തില്ല. ഈ വേദന വെച്ചുകൊണ്ട് ഞാനിത് പൂർത്തിയാക്കാൻ പറ്റില്ല. അത് വചനം. ആ വചനത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് നിന്റെ ഭാരം കർത്താവിനെ വെച്ചുകൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ഇത് മാറ്റുക. എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ കർത്താവ് എന്ത് എനിക്ക് വേണ്ടി ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഉള്ളിൽ. ഒന്ന് ഓർക്കാനുള്ള കൃപ. ഏത് നിലയിലാണ് ഞാൻ വന്നത്? ഏത് നിലയിലേക്കാണ് കർത്താവ് കൊണ്ടുവന്നത്? ഞാൻ ഏതെല്ലാം നന്മ കർത്താവ് ചെയ്തതെന്ന് ഒന്ന് ഓർത്താൽ മതി. ഇതൊന്നും മറിച്ച് നേരെ മറിച്ച് കഷ്ടതയും വേദനയും മാത്രം ഓർത്തും മറ്റതൊന്നും ഓർക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ പറയുന്നു, നിലനിൽക്കില്ല. ദൈവം നിലനിർത്തില്ല. കാരണം നിലനിൽക്കാൻ പറ്റില്ല. ഈ യാത്ര പൂർത്തിയാക്കാൻ പറ്റില്ല. സമൂലമായ മാറ്റം എന്ന് പറയാം. മുട്ടുമടക്കാവുന്നു. ദൈവത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ദൈവമേ കർത്താവ്, ഞങ്ങൾ യേശുവെ ഏത് തരത്തിലുള്ള വേദന ഞങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും, ഏത് തരത്തിലുള്ള വേദന ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ആ അനുഭവമൊക്കെയും ഞങ്ങളുടെ ആത്മീയ വർധനവിനും പ്രത്യാശയുടെ വർധനവിനും അല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല കർത്താവ്. ഞാൻ സമ്മതിക്കുന്നു. ഞങ്ങൾ സമ്മതിക്കുക. ഇന്ന് ഈ ആരാധന മുതൽ ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് ഞങ്ങൾ വരികയാണ്. കർത്താവെ, അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള സകലവിധ വേദനകളും കർത്താവെ, അത് നിമിത്തം ഞങ്ങൾക്ക് കർത്താവ് നൽകിയ പ്രത്യാശയുടെ വർദ്ധവിനെ ഓർക്കാനും ഞങ്ങൾക്ക് കൃപാകി തരണം. ഒരു മഹത്വം കാത്തുകൊള്ളണമേ. സ്തോത്രം, 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 സ്തോത്രം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.